ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മഹാറാലി, വഖഫ് ബോർഡിനെതിരെയുള്ള റാലി നടക്കുന്നുണ്ട്. അപ്പം അത് നമുക്ക് കാണാം. എല്ലാ കാഴ്ചകളും കാണിച്ചു തരാം. അതിശക്തമായാണ് പ്രതികരിച്ചത്. അദ്ദേഹത്തോട് പല കാര്യങ്ങളിൽ അതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി. പക്ഷേ ഇന്നലെയോടുകൂടി അവർക്ക് കാര്യം വ്യക്തമാണ്. ട്രിബ്യൂണലിന്റെ മുമ്പിലുള്ള തർക്കം, ഭൂമി വകപ്പാണോ അല്ലയോ എന്ന തർക്കം ട്രിബ്യൂണൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ട്രിബ്യൂണലിന്റെ മുമ്പിൽ ഈ രണ്ട് കക്ഷികളെയും ഒളിച്ചിരുത്തി ഒരു മധ്യസ്ഥത്തിന്, ഒരു സമവായത്തിന് ഭരിക്കുന്ന ഗവൺമെന്റ് തയ്യാറായിരുന്നുവെങ്കിൽ എന്നോ തീരുമാനിക്കുന്ന പ്രശ്നമാണ്. വാദിയും പ്രതിയും തമ്മിൽ വലിയ ബാക്കിയുള്ള അംഗങ്ങളെ മുഴുവൻ മുസ്ലിങ്ങളല്ലാത്തവരെ നിയമിക്കാനുള്ള അവകാശം, അധികാരം ഈ നിയമ ഭേദഗതിയിൽ വാദിച്ചത് പ്രതികരിച്ചു. അത് കഴിഞ്ഞ് ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് കൂടി രാഷ്ട്രപതി ഒപ്പിട്ടതോടുകൂടി ആ നിയമമായി മാറി. ആ നിയമത്തെ ചോദ്യം ചെയ്യേണ്ടത് ഇനി കോടതിയിലാണ്. ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ഈ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ആദ്യമായി ചെന്നത് മറ്റ് നിയമങ്ങളിൽ എന്ന പോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. ആ മുസ്ലിം ലീഗിന്റെ ഹരിതത്തിലെയും നേതാക്കന്മാർ ശ്രദ്ധിച്ചത് ഇക്കാലം അത്രയും മുൻപത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ നിയമം പാസ്സാകുന്നതോടുകൂടി പഠിപ്പിച്ചതും മുസ്ലിം ലീഗ് അതുകൊണ്ട് തന്നെയാണ്. അഭിപ്രായങ്ങൾ, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇത്ര വലിയൊരു ജനക്കൂട്ടം അവരുടെ പ്രതിഷേധം ഏത് കഠിന തലവേദനയും നമുക്ക് മാറ്റിയെടുക്കാം. പല്ലുവേദനയാണോ? എന്നാൽ ഒന്നോ രണ്ടോ തുള്ളി ഒരു പഞ്ഞിൽ മുക്കി വേദനയുള്ള പല്ലിനടിയിൽ കടി അഭിപ്രായങ്ങളെ കൂടുതൽ കേൾക്കുവാൻ സന്നദ്ധമായിരിക്കുന്നു. അവിടെ സാമുദായിക ഭിന്നതകൾ ഉണ്ടായിക്കൂടാ, വർഗീയമായിട്ടുള്ള ചേരിതിരിവ് ഉണ്ടായിക്കൂടാ. കേന്ദ്ര ഗവൺമെന്റ് പുതിയ വളരെ ഗൗരവത്തോടെ അതുകൊണ്ട് നമുക്ക് പോരാട്ടം, ജനകീയമായിട്ടുള്ള പോരാട്ടവും നിയമപരമായിട്ടുള്ള